നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനും വേദിയാകുന്ന ഒഡീഷയിൽ നിലവിലെ ഭരണകക്ഷിയായ BJD പിന്തള്ളി BJP മുന്നേറുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യഘട്ട ഫലസൂചനകൾ വരുമ്പോൾ BJP 21 സീറ്റിലും BJD 10 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് 4 സീറ്റുകളിലും CPM 1 സീറ്റിലും നേരിയ ലീഡ് പുലർത്തുന്നുണ്ട്. ഒരു സീറ്റിൽ സ്വതന്ത്രനാണ് മുന്നേറുന്നത്. 147 അംഗ ഒഡീഷ നിയമസഭയിൽ നിലവിൽ BJDക്ക് 112 മെമ്പർമാരാണുള്ളത്. മുഖ്യ പ്രതിപക്ഷമായ BJPക്ക് 23 അംഗങ്ങളും കോൺഗ്രസിന് 9 അംഗങ്ങളുമുണ്ട്. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അനാരോഗ്യവും തമിഴ്നാട്ടുകാരൻ VK പാണ്ഡ്യനോടുള്ള അദ്ദേഹത്തിനുള്ള അമിത വിധേയത്വവും പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ താക്കോൽ നഷ്ടമായതും ഉൾപ്പെടെ തീപാറുന്ന വിഷയങ്ങൾ മുഖ്യ വിഷയമായ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേദിയാവുന്ന ആന്ധ്രാപ്രദേശിലും നിലവിലെ ഭരണകക്ഷിക്ക് കാലിടറുകയാണ്. സംസ്ഥാനത്ത് NDA മുന്നണിയുടെ ഭാഗമായ തെലുങ്ക് ദേശം പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 4 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നുണ്ട്. TDPയിലൂടെ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്നാണ് NDA നേതാക്കൾ കരുതുന്നത്. ആദ്യ ഫലസൂചകങ്ങൾ BJPക്ക് അനുകൂലമാണ്. NDAയുടെ ഭാഗമായ TDP മികച്ച രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. നിലവിലെ ഫലസൂചന വരുമ്പോൾ നിലവിൽ ഭരണകക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടിക്ക് 22 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. മുന്നണി ധാരണ പ്രകാരം TDP 17 ലോക്സഭാ സീറ്റുകളിലും 145 നിയമസഭാ സീറ്റുകളിലും ജനവിധി തേടിയത്. 30 നിയമസഭാ സീറ്റുകളും 8 ലോക്സഭാ സീറ്റുകളുമാണ് നായിഡു സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജനസേന 24 നിയമസഭാ സീറ്റുകളിലും 3 ലോക്സഭാ സീറ്റുകളിലും BJP 5 ലോക്സഭാ സീറ്റിലും 6 നിയമസഭാ സീറ്റിലും മത്സരിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 17 സഖ്യത്തിന്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഗുണ്ടൂരിൽ BJP TDP സംയുക്ത മാർച്ച് നടന്നിരുന്നു. 2014 സംസ്ഥാനത്ത് TDP BJP സഖ്യം 17 സീറ്റുകൾ നേടിയപ്പോൾ YSRCPക്ക് 8 സീറ്റുകളാണ് ലഭിച്ചത്. 2019 തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ചന്ദ്രബാബു നായിഡുവും സഖ്യവും BJP ഉപേക്ഷിച്ചത്. സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുന്നണി വിട്ടത്. നടനും രാഷ്ട്രീയ നേതാവുമായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായി TDP സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് TDPയും മുന്നണിയിലെത്തിയത്. ആന്ധ്രയിൽ മെയ് 13 175 നിയമസഭയിലേക്കും 25 ലോക്സഭകളിലേക്കും ഒരേ സമയം നടന്ന തെരഞ്ഞെടുപ്പിൽ 3.33 കോടി വോട്ടുകൾ പോൾ ചെയ്തത്. മൊത്തം 4.61 ലക്ഷം തപാൽ ബാലറ്റുകൾ രേഖപ്പെടുത്തിയപ്പോൾ 26,473 വോട്ടർമാർ വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തി. 26,721 സർവീസ് വോട്ടർമാരും ഇലക്ട്രോണിക് വഴി വോട്ടവകാശം വിനിയോഗിച്ചു. ആന്ധ്രാപ്രദേശിൽ 2,387 സ്ഥാനാർത്ഥികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്. മുഖ്യമന്ത്രി YSR ജഗൻമോഹൻ റെഡ്ഡി, TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു, ജനസേനാ മേധാവി പവൻ കല്യാൺ എന്നിവരാണ് സംസ്ഥാനത്തെ പ്രധാന സ്ഥാനാർത്ഥികൾ. 2019 49.95% വോട്ട് വിഹിതത്തോടെ 175 അസംബ്ലി സീറ്റുകളിൽ 151 സീറ്റ് നേടിയാണ് YSRCP വൻ വിജയം കരസ്ഥമാക്കിയത്. TDPക്ക് 39.17% വോട്ടോടെ 23 സീറ്റുകളിൽ മാത്രമേ നേടാനായുള്ളൂ. ബാക്കി സീറ്റ് ജനസേന നേടി. അതേസമയം ഒഡീഷയിലെ 147 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 മുതൽ ജൂൺ 1 വരെ 4 ഘട്ടങ്ങളിലായാണ് നടന്നത്. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേ സമയത്താണ് വോട്ടെടുപ്പ് നടന്നത്. ഒഡീഷയിൽ 63.46% പോളിംഗ് രേഖപ്പെടുത്തിയ അവസാനഘട്ട വോട്ടെടുപ്പ് രാത്രി 8 മണിക്കാണ് പൂർത്തിയായത്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 62 മുതൽ 80 സീറ്റുകൾ ലഭിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു പാർട്ടി. മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് കാന്ത ബാഞ്ചി, ഹിഞ്ചിലി എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.